അവരെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നാണല്ലോ ഇൽമിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗത്തിൽപ്പെട്ട തോപ്പാണല്ലോ. സ്വർഗ്ഗത്തിൽ വെച്ച് എന്ത് അല്ലാഹുവോട് ചോദിച്ചാലും അല്ലാഹ് തരും. ഇത് സ്വർഗ്ഗത്തിന്റെ തോപ്പാ. ആമീൻ എന്ന് പറഞ്ഞോ. നമ്മൾ ദുആ ചെയ്യുന്നത് കേവലം ഒരു ഗ്രൗണ്ടിൽ വെച്ചല്ല. ഈ രണ്ട് ഭാഗമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഇൽമ് പഠിപ്പിക്കപ്പെടുന്ന മദ്രസകളാണ്. ഇപ്പോഴും ഇവിടെ ഇൽമാണ് പറയുന്നത്. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ ഉമ്മാക്ക് നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ബാപ്പാക്ക് നീ പൊറുക്കണേ അല്ലാഹ്. വല്ലുപ്പ വല്ലുമ്മമാർക്ക് പൊറുക്കണേ അല്ലാഹ്. ജ്യേഷ്ഠാനിയന്മാർക്ക് നീ പൊറുക്കണേ അല്ലാഹ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ലോകത്തോട് വിട പറയാൻ വേണ്ടി കിടക്കുമ്പോ അവിടുത്തെ ശിഷ്യന്മാര് ചോദിക്കുന്നു, അല്ല മഹാനവറുകളെ, ഞങ്ങളോട് എന്തെങ്കിലും വസിയത്ത് ചെയ്യാനുണ്ടോ? ചിന്തിക്കേണ്ട കാര്യമാ പറയുന്നത്. ഞങ്ങളോട് എന്തെങ്കിലും വസിയത്ത് ചെയ്യാനുണ്ടോ? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, എനിക്കൊരു വസിയത്ത് ചെയ്യാനുണ്ട്. വഇദാ ബളഅതുമൂനി ഫീ ഖബ്രി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യിത്ത് നിങ്ങൾ ഖബറിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫൻസിഉ അന്നി ലബിനഹ, എന്റെ ഖബറിൽ ആ മൂടുകല്ലൊന്ന് മാറ്റി വെക്കണം. എന്റെ ഖബറിൽ മയ്യത്ത് വെച്ച് മൂടുകല്ലെല്ലാം വെച്ച് 3 പടി മണ്ണ് വാരി ഇടുന്നതിന്റെ മുമ്പ് ആ വെച്ച മൂടുകല്ലെല്ലാം ഒന്ന് മാറ്റി വെക്കണേ. അത് മാറ്റി വെച്ചിട്ട് സുമ്മൻളുറൂ മാ ലഹിഖനി മിൻ ദുനിയാകും ഹാദിഹി, എന്റെ ഖബറിലേക്കൊന്ന് നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് ചിന്തിക്കണേ. എന്റെ ഖബറിൽ എന്റെ കൂടെ ഈ ദുനിയാവിൽ നിന്ന് എന്താണ് വന്നത് എന്നൊന്ന് ചിന്തിക്കണേ. ഞാൻ മരിച്ചേ ഖബറത്തെ മൂടുകല്ലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഉള്ളിൽ എന്റെ അപ്പന്റെ കുട്ടികൾ വന്നിക്കണ, സമ്പത്ത് വന്നണോ, സമ്പാദ്യം വന്നണോ, നോക്കുക, എന്നിട്ടൊന്ന് പാഠം ഉൾക്കൊള്ളൂ എന്ന് മഹാനായിരിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തങ്ങൾ പറയും.